കഴിഞ്ഞ വീഡിയോയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡിനെ പറ്റിയാണ് സംസാരിച്ചത്. ഈ വീഡിയോയിൽ ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസത്തെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. തൈറോയിഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ TSHും T3യും T4ഉം ആണ് ചെക്ക് ചെയ്യാറുള്ളത്. അപ്പം ഈ TSHും T3യും T4ഉം തമ്മിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആണത്. അത് നോർമൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ ഈ ഹോർമോണിന്റെ അളവുകൾ തമ്മിൽ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ആയിരിക്കും. എന്നാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് TSH ഉയർന്നു പോവുകയാണെങ്കിൽ T3യും T4ഉം കുറഞ്ഞിരിക്കും. അതല്ല TSH കുറയുകയാണെങ്കിൽ T3യും T4ഉം കൂടിയിരിക്കും. അതാണ് ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ TSHന്റെയും T3യുടെയും വാല്യൂ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നോക്കിയിട്ടാണ് നമുക്ക് എന്താണ് പ്രശ്നമെന്ന് നമ്മൾ കണ്ടുപിടിക്കാറുള്ളത്. പ്രധാനമായിട്ടും ഈ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുമ്പോൾ TSH ഉയർന്ന അളവിലുണ്ടായിരിക്കും, T3യും T4ഉം കുറഞ്ഞിരിക്കും. അപ്പൊ ആ അളവ് തൈറോയ്ഡ് ഹോർമോൺസ് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിനെ ഹൈപ്പോതൈറോയിഡിസം എന്നും, TSH വളരെ കുറഞ്ഞിരിക്കുകയും അതുകൊണ്ട് തന്നെ T4 T3 വളരെ ഉയർന്ന അളവിൽ കാണുകയും ചെയ്യുമ്പോഴാണ് അത് ഹൈപ്പർ തൈറോയിഡിസം ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈപ്പോതൈറോയിഡിസത്തെ പറ്റിയാണ് പറയുന്നത്. അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വിശപ്പ് വളരെ കുറവായിരിക്കും, എന്നാലും ഒരു ഭയങ്കര തടിയായിരിക്കും. അതുപോലെ പെട്ടെന്ന് ക്ഷീണിക്കും, വിയർപ്പ് വളരെ കുറവായിരിക്കും, തണുപ്പ് സഹിക്കാൻ അവർക്ക് കഴിയുണ്ടാവില്ല. അതുപോലെ സ്ത്രീകൾക്കൊക്കെ ആർത്തവ സമയത്ത് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അവർക്ക് ഭയങ്കര മുടി കൊഴിച്ചിലുണ്ടാവും, അതുപോലെ തന്നെ ഭയങ്കര ഫ്രിസി ഡ്രൈ ഹെയർ ആവും, പെട്ടെന്ന് മുടി പൊട്ടിപ്പോകുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഭയങ്കര ശരീരവേദന, ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടാവും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ലക്ഷണങ്ങളായിരിക്കും ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഉണ്ടാവുക. പ്രധാനമായിട്ടും ഒരു നല്ല വിശപ്പായിരിക്കും, എന്നാൽ അത്രയധികം ഭക്ഷണങ്ങൾ കഴിക്കുമെങ്കിലും ശരീരം പെട്ടെന്ന് മെലിഞ്ഞിരിക്കും. അതുപോലെ ഭയങ്കരമായിട്ട് വിയർക്കും, ചൂട് അവർക്ക് തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ ആർത്തവ സമയങ്ങളിൽ നല്ല ഹെവി ബ്ലീഡിംഗ് ആയിരിക്കും. ഈ രണ്ട് കണ്ടീഷൻ ആണെങ്കിലും ഇത് വളരെ വേഴ്സൺ ആയി കഴിഞ്ഞാൽ അവർക്ക് ഡിപ്രഷൻ പോലുള്ള മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.